യുദ്ധവിമാനങ്ങളും പടക്കപ്പലുകളും അടക്കം അണിനിർത്തി തിരുവനന്തപുരം ശംഖുമുഖത്ത് നാവികസേനയുടെ ശക്തിപ്രകടനം. നാവികസേനാ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുഖ്യാതിഥിയായി. INS വിക്രാന്തും MiG-29 വിമാനങ്ങളും അഭ്യാസ പഠനങ്ങളുടെ പൊലിമ കൂട്ടി. ചോളരാജ്യത്തിന്റെ പാരമ്പര്യം മുതൽ കുഞ്ഞാലിമരക്കാർ വരെ നീളുന്നതാണ് നാവികസേനയുടെ ചരിത്രമെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഇതാദ്യമായാണ് സംസ്ഥാന തീരത്തേക്ക് നാവികസേന അഭ്യാസം എത്തിച്ചു വരുന്നത്. വാണിജ്യരംഗത്തും സേനാരംഗത്തും വർദ്ധിച്ചു വരുന്ന കേരള തീരത്തിന് പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തവണത്തെ നാവികസേന അഭ്യാസങ്ങൾക്ക് തിരുവനന്തപുരം വേദിയായതും. നാവികസേനയുടെ ഭാഗമായ സി കേഡറ്റുകളുടെ നൃത്തം, കേരളത്തനിമ വിളിച്ചോതിയ ദൃശ്യാവിഷ്കാരങ്ങൾ, നയനമനോഹരമായിരുന്നു ശംഖുമുഖം കടപ്പുറത്തെ നാവികസേനാ ദിനാഘോഷങ്ങൾ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ശംഖുമുഖത്തേക്കെത്തിയ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു. കടലിൽ നിന്ന് രാജ്യത്തിന്റെ സർവ്വസൈനാധിപയ്ക്ക് INS കൊൽക്കത്തയുടെ ഗൺ സല്യൂട്ട്. ശംഖുമുഖത്തേക്ക് ഒഴുകിയെത്തിയ ആയിരങ്ങളെ സാക്ഷിയാക്കി രാഷ്ട്രപതിക്ക് ആകാശത്ത് നിന്ന് MH-60R ഹെലികോപ്റ്ററുകളുള്ള സല്യൂട്ട്. പിന്നാലെ പോർമുഖത്തെ നാവികസേനയുടെ പ്രവർത്തനങ്ങൾ പുനരാവിഷ്കരിച്ച് അഭ്യാസ പ്രകടനങ്ങൾ. ഇന്ത്യയുടെ അഭിമാനമായ INS വിക്രാന്തിൽ നിന്ന് MiG-29 പറന്നുയർന്നു. സൂപ്പർ പവറായി നാവികസേന മാറിയെന്ന് ചടങ്ങിനെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ചടങ്ങുകൾക്ക് ശേഷം കേരള ലോക് ഭവനിൽ തങ്ങുന്ന രാഷ്ട്രപതി നാളെ ഡൽഹിക്ക് മടങ്ങും. ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ നാവികസേന അതിന്റെ കരുത്ത് കാട്ടിയിരിക്കുകയാണ്. നാവികസേനാ ദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച ഓപ്പറേഷൻ ട്രൈഡന്റ് പിന്നിട്ട് 54 വർഷങ്ങൾക്കിപ്പുറവും സായുധരംഗത്തും സാങ്കേതികത്തിലും ഇന്ത്യൻ രാജ്യം ലോകരാജ്യങ്ങളോട് കിടപിടിക്കുന്ന ഒന്നായി മാറിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും MG മഞ്ജുഷിനൊപ്പം MP ദേവൻ, ന്യൂസ് മലയാളം.